നന്നായി കഷ്ടപ്പെട്ട് ജോലി ചെയ്യൂ, പണം സേമിക്കൂ, ഒരു 40 വർഷം കഴിഞ്ഞ് സുഖമായി വിരമിക്കൂ. ഈ ഉപദേശം കേട്ടു മടുത്തില്ലേ? സത്യം പറഞ്ഞാൽ സമ്പത്തിലേക്കൊരു കുറുക്കുവഴി ഉണ്ടെങ്കിലോ? നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 3 സാമ്പത്തിക പാതകളെക്കുറിച്ചാണ്. അതിലൊന്ന് നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ വേഗത്തിൽ നിങ്ങളെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരും. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു ലെംബോർഗിനി ഓടിക്കുകയാണ്. പെട്ടെന്ന് ട്രാഫിക്കിലൊരു ബഹളം. നിങ്ങൾ അശ്രദ്ധമായി വണ്ടി ഓടിച്ചിട്ടല്ല, മറിച്ച് നിങ്ങളുടെ കാറ് കണ്ട് അമ്പരനാളുകൾ വണ്ടി ഓടിക്കാൻ പോലും മറന്നുപോവുകയാണ്. ഇതായിരുന്നു ഈ പുസ്തകത്തിന്റെ രചയിതാവായ എം.ജെ. ഡിമാർക്കോയുടെ ഒരു സാധാരണ ദിവസം. സമ്പത്ത് എന്ന സ്വപ്നം നമ്മുടെയൊക്കെ ഉള്ളിൽ എത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ഈ ഒരൊറ്റ അനുഭവം നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. അപ്പോ എങ്ങനെയാ ചിലര് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്? ഇത് വെറും ഭാഗ്യത്തിന്റെ കളിയാണോ? അവർക്ക് എവിടെ നിന്നെങ്കിലും ലോട്ടറി അടിച്ചതാണോ? അതോ നമ്മളിൽ പലർക്കും അറിയാത്ത എന്തെങ്കിലും ഒരു രഹസ്യ ഫോർമുല ഇതിനു പിന്നിലുണ്ടോ? ആ രഹസ്യം എന്താണെന്നറിയാൻ നിങ്ങൾ തയ്യാറാണോ? ആ ഭാഗ്യം എന്ന വാക്കിനെ അങ്ങ് മറന്നേക്കൂ. നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെന്ന് പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന റോഡ് മാപ്പിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പിന്തുടരുന്ന സാമ്പത്തിക പാത. നമുക്ക് ആ വ്യത്യസ്ത പാതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ വഴി ഏറ്റവും അപകടം പിടിച്ച വഴി. ഇതിനെയാണ് സൈഡ് വാക്ക് എന്ന് പറയുന്നത്. പണം വരുന്നു, അതിവേഗം പോകുന്നു, അവസാനം കയ്യിൽ ഒന്നുമില്ലാതെയാവുന്നൊരു ജാഗ്രത വലയം പോലെയാണിത്. ഒരു സൈഡ് വോക്കർ എന്ന് പറയുന്നത് നിങ്ങളുടെ വരുമാനം എത്രയാണെന്നല്ല, നിങ്ങളുടെ ഒരു ചിന്താഗതിയാണ്. പെട്ടെന്നുള്ള സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ജീവിതം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിയ പുതിയ ഫോൺ, ആഡംബര യാത്രകൾ, ഈ താൽക്കാലിക സന്തോഷങ്ങൾക്കെല്ലാം വലിയൊരു വിലയുണ്ട്. കടവും അരക്ഷിതാവസ്ഥയും നിറഞ്ഞൊരു ഭാവി. അപ്പോ ഒരു സൈഡ് വോക്കറെ എങ്ങനെ തിരിച്ചറിയാം? അവർക്ക് കിട്ടുന്ന ശമ്പളം അടുത്ത ശമ്പളം വരെ തികയില്ല. എപ്പോഴും ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വക്കിലായിരിക്കും അവരുടെ ജീവിതം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് സർക്കാരിന്റെയോ ബോസിന്റെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കുറ്റമായിരിക്കും. കടമെന്നു പറയുന്നത് ഒരു അടിയന്തരാവസ്ഥയല്ല, മറിച്ച് അവരുടെ ജീവിതശൈലി നിലനിർത്താനുള്ള ഒരു ടൂൾ മാത്രമാണ്. റിട്ടയർമെന്റ് പ്ലാനോ? ലോട്ടറി അടിച്ചാൽ രക്ഷപ്പെടാം, അതുതന്നെ. ഇതിന്റെയൊക്കെ ഫലം എന്തായിരിക്കും? 0-ൽ താഴെ ആസ്തിയും ഒട്ടും സമ്പാദ്യവുമില്ലാത്തൊരവസ്ഥ. ഇനി നമുക്ക് നമ്മളിൽ മിക്കവർക്കും നല്ലപോലെ അറിയാവുന്ന ഒരു വഴിയിലേക്ക് വരാം. സുരക്ഷിതമാണ്, ഉത്തരവാദിത്തമുള്ള വഴിയാണ് എന്നൊക്കെ സമൂഹം നമ്മളെ പഠിപ്പിച്ച വഴി. സ്ലോ ലെയിൻ, അല്ലെങ്കിൽ 40 വർഷത്തെ പ്ലാൻ. നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ടു വളരുന്നൊരു കാര്യമാണിതല്ലേ? സ്കൂളിൽ പോകൂ, നല്ല മാർക്ക് വാങ്ങൂ, ഒരു സ്ഥിര വരുമാനമുള്ള ജോലി നേടൂ, കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു 10% ലാഭിക്കൂ, അത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കൂ. അങ്ങനെ ഒരു 65-ാം വയസ്സിൽ നിങ്ങൾ കോടീശ്വരനായി വിരമിക്കും. കേൾക്കാൻ നല്ലൊരു പ്ലാൻ അല്ലേ? പക്ഷേ ഇത് ശരിക്കും നടക്കും? നമുക്ക് ചെറിയൊരു കണക്ക് നോക്കിയാലോ? നിങ്ങൾ കിട്ടുന്നതിന്റെ 10% എല്ലാ മാസവും മാറ്റിവെച്ചാൽ ഒരു ടീച്ചർക്ക് കോടീശ്വരനാകാൻ 217 വർഷം വേണം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർക്കോ 125 വർഷം. ഇനി ഉയർന്ന ശമ്പളമുള്ള ഒരു ഫാർമസിസ്റ്റിന് പോലും 100 വർഷത്തിൽ കൂടുതൽ വേണ്ടിവരും. പെട്ടെന്ന് ഈ സ്ലോ ലെയിൻ അത്ര നല്ലൊരു പ്ലാനായി തോന്നുന്നില്ല അല്ലേ? റോബർട്ട് ഫ്രോസ്റ്റ് ഇതിനെപ്പറ്റി ഭയങ്കര രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദിവസവും 8 മണിക്കൂർ വിശ്വസ്തയോടെ ജോലി ചെയ്താൽ ഒരു ദിവസം നിങ്ങൾ ബോസായി മാറും. എന്നിട്ട് 12 മണിക്കൂർ ജോലി ചെയ്യേണ്ടിവരും. ഇതാണ് സ്ലോ ലെയിനിന്റെ ഒരു വിരോധാഭാസം. കഠിനാധ്വാനത്തിനുള്ള നിങ്ങളുടെ പ്രതിഫലമെന്താണ്? കൂടുതൽ കഠിനാധ്വാനം. അപ്പൊ ഇതാണ് സ്ലോ ലെയിനിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ പ്രശ്നം. നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തായ സമയത്തെ നിങ്ങൾ പണത്തിനു വേണ്ടി വിൽക്കുകയാണ്. ആ കച്ചവടത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുന്നു. അപ്പോ സൈഡ് വാക്ക് ഒരു ദുരന്തത്തിലേക്കുള്ള വഴിയാണ്. സ്ലോ ലെയിൻ ആണെങ്കിലോ ഒരു ജീവപര്യന്തം ശിക്ഷ പോലെയും. പിന്നെന്താ ഒരു വഴി? ഫാസ്റ്റ് ലെയിനിലേക്ക് സ്വാഗതം. ഇവിടെ കളിയുടെ നിയമങ്ങൾ മൊത്തത്തിൽ മാറും. ഇവിടെ നിങ്ങളൊരു ഉപഭോക്താവാകുന്നത് നിർത്തി ഒരു ഉൽപ്പാദകനായി മാറുന്നു. ഇതൊരു ചെറിയ മാറ്റമല്ല, ചിന്താഗതിയിലുള്ള ഒരു അടിമുടി മാറ്റമാണ്. പരസ്യത്തിൽ കാണുന്ന പുതിയ ഉൽപ്പന്നം വാങ്ങുന്നതിനു പകരം അതുണ്ടാക്കി വിൽക്കുന്ന ആളായി നിങ്ങൾ മാറുന്നു. ഒരു ഓൺലൈൻ കോഴ്സിന് പണം മുടക്കുന്നതിനു പകരം നിങ്ങൾ ആ കോഴ്സ് ഉണ്ടാക്കി മറ്റുള്ളവർക്ക് വിൽക്കുന്നു. ഒരു ജോലിക്ക് അപേക്ഷിക്കുന്നതിനു പകരം നിങ്ങൾ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുന്നു. ഇത് നിങ്ങളുടെ പ്രവൃത്തിയിൽ ഒരു മാറ്റം മാത്രമല്ല, ചിന്താഗതിയുടെ സമ്പൂർണമായ ഒരു പരിവർത്തനമാണ്. ഇതൊന്നും വെറും തിയറി മാത്രമല്ല കേട്ടോ. ഡിമാർക്കോയുടെ ജീവിതം തന്നെ ഇതിനേറ്റവും വലിയ തെളിവാണ്. പരാജയപ്പെട്ട ബിസിനസ്സുകൾ, പലതരം ചെറിയ ജോലികൾ, അങ്ങനെ ജീവിച്ച അദ്ദേഹം ഒരു തണുത്ത രാത്രിയിൽ ഒരു തീരുമാനമെടുത്തു. ഇനി ഇങ്ങനെ വയ്യ. കയ്യിലുണ്ടായിരുന്ന $900 അദ്ദേഹം ഫീനിക്സിലേക്ക് വണ്ടി കയറി. അവിടെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ബിസിനസ് കെട്ടിപ്പടുത്തു. അതിന്റെ ഫലമോ $1.2 മില്യൺ ഒരു വിൽപ്പനയും
മാറിമറിഞ്ഞ ഒരു ജീവിതവും. അതാണ് ഫാസ്റ്റ് ലെയിനിന്റെ യഥാർത്ഥ ശക്തി. ഡിമാർക്കോയുടെ കഥ നമുക്കൊരു പ്രചോദനമാണ്. പക്ഷെ അസൽ ചോദ്യം ഇതാണ്: നമുക്കിത് എങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും? നിങ്ങളുടെ സ്വന്തം ഫാസ്റ്റ് ലെയിൻ നിർമ്മിക്കാനുള്ള അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫാസ്റ്റ് ലെയിൻ ബിസിനസ് കെട്ടിപ്പടുക്കണമെങ്കിൽ ഈ 5 നിയമങ്ങൾ നിർബന്ധമായും പാലിച്ചിരിക്കണം. 1. ആവശ്യം. പണത്തിന് പിന്നാലെ ഓടാതെ ഒരു യഥാർത്ഥ പ്രശ്നം കണ്ടെത്തി അതിനൊരു പരിഹാരം കൊടുക്കുക. 2. പ്രവേശനം. ആർക്കും എളുപ്പത്തിൽ കോപ്പിയടിക്കാൻ പറ്റാത്ത ഒരു പ്രവേശന തടസ്സമുള്ള എന്തെങ്കിലും സൃഷ്ടിക്കുക. 3. നിയന്ത്രണം. നിങ്ങളുടെ കപ്പലിന്റെ ക്യാപ്റ്റൻ നിങ്ങളായിരിക്കണം, ഒരു യാത്രക്കാരൻ മാത്രമല്ല. 4. വളർച്ച. നിങ്ങളുടെ നാട്ടിൽ മാത്രം ഒതുങ്ങാതെ ലോകം മുഴുവൻ ചിന്തിക്കുക. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ടത് സമയം. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾക്കായി പണം സമ്പാദിക്കുന്നൊരു സിസ്റ്റം ഉണ്ടാക്കുക. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള താക്കോൽ. ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. ജെ.കെ. റൗളിങ്ങിനെ ഓർത്തുനോക്കൂ. അവരൊരു പുസ്തകമെഴുതി, വർഷങ്ങൾക്കിപ്പുറവും അതവർക്ക് വരുമാനം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊരു കണ്ടന്റ് സിസ്റ്റമാണ്. അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം കോഡ് എഴുതി ലക്ഷക്കണക്കിന് തവണ വിൽക്കാൻ പറ്റുന്നൊരു ആപ്പ് ഉണ്ടാക്കുന്ന ഡെവലപ്പർമാരെ ഓർക്കുക. അതൊരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. ഇവയാണ് നിങ്ങളുടെ സമയത്തെ വരുമാനത്തിൽ നിന്ന് പൂർണ്ണമായി വേർപെടുത്തുന്ന 24 മണിക്കൂറും നിങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ബിസിനസ്സുകൾ. അപ്പോ ഇത്രയൊക്കെ പറഞ്ഞതെന്ന് നിങ്ങൾക്കുള്ള പാഠം എന്താണ്? അവസാനം ഇതെല്ലാം ഒരൊറ്റ കാര്യത്തിലേക്ക് വരും: നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ. ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കൂ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളുടെയും ആകെത്തുകയാണ്. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സാഹചര്യങ്ങളുടെ ഇരയല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പി നിങ്ങളാണ്. ചെറുതോ വലുതോ ആകട്ടെ, നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് അകറ്റുകയോ ചെയ്യുന്നു. ഇവിടെയാണ് ഏറ്റവും നല്ലൊരു വാർത്ത ഉള്ളത്. നിങ്ങളുടെ ഭൂതകാലം ഒരു വിഷയമേ അല്ല. നിങ്ങളുടെ പഴയ പരാജയങ്ങൾ നിങ്ങളെ നിർവചിക്കുന്നില്ല. ഇന്ന്, ഇപ്പോൾ, ഈ നിമിഷം നിങ്ങളെടുക്കാൻ പോകുന്ന തീരുമാനത്തിന് മാത്രമാണ് പ്രാധാന്യം. നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ഇപ്പോൾ തന്നെ തുടങ്ങാം. അതുകൊണ്ട് ഒരു നിമിഷം നിർത്തിയിട്ട് ഒന്ന് സത്യസന്ധമായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക: നിങ്ങളിപ്പോൾ ഏതു വഴിയിലാണ്? ഒരു കൊക്കയിലേക്ക് നടന്നു പോകുന്ന സൈഡ് വാക്കിലാണോ? സുരക്ഷിതത്വം എന്ന മിഥ്യാബോധത്തിൽ ജീവിതത്തിലെ വിലയേറിയ വർഷങ്ങൾ വിൽക്കുന്ന സ്ലോ ലെയിനിലാണോ? അതോ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് കയ്യിലെടുത്ത് ഫാസ്റ്റ് ലെയിനിലേക്ക് കയറാൻ നിങ്ങൾ തയ്യാറാണോ? തീരുമാനം നിങ്ങളുടേതാണ്.